ചില ആളുകൾ അങ്ങനെയാണ്, അവർക്ക് മഹബത്ത് കൂടിയാലും പ്രശ്നമാണ്. മഹബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്, സ്നേഹം, ഇഷ്ക്, ഇതൊക്കെ നല്ലതാ, അതൊക്കെ നല്ലോണം നമുക്ക് വേണതാണ്. പക്ഷെങ്കിൽ അതൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുണ്ടാവരുത്. ഇസ്ലാമിൽ എതിർക്കപ്പെട്ട കാര്യത്തിലൂടെ എന്ത് മഹബത്ത്? ഇപ്പോൾ ഇവിടെ റോസാപ്പൂവ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിനാൽ വന്നതാണ്. അതുപോലെ തന്നെ ജിബ്രീലിന്റെ വിയർപ്പിനാൽ വന്നതാണ്, ബുറാഖിന്റെ വിയർപ്പിനാൽ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ റോസാപ്പൂവ് നട്ടുപിടിപ്പിക്കുക, അതുപോലെ സ്റ്റാറ്റസ് വെക്കുക. റോസാപ്പൂവ് നട്ടുപിടിപ്പിക്കലൊക്കെ നല്ല തന്നെ. അതിനല്ല, മൊത്തത്തിൽ ഈ പറയുന്ന ചെടികളായാലും മരങ്ങളായാലും ഒക്കെ നട്ടുപിടിപ്പിക്കൽ നല്ല തന്നെയല്ലേ. പക്ഷെങ്കിൽ അത് നബിതങ്ങളുടെ വിയർപ്പിനാൽ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നട്ടുപിടിപ്പിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം. ഇത് നബിതങ്ങളുടെ വിയർപ്പിനാൽ വന്നതാണോ ആണോ എന്ന വിഷയത്തിൽ മഹാന്മാരുടെ ചോദ്യം വന്നിട്ടുണ്ട്. ഫത്താവൻ നബിയുടെ 188 പേജിൽ ഈ റോസാപ്പൂ എന്ന് പറയുന്ന സംഗതി അത് നബിതങ്ങളുടെ വിയർപ്പിനാൽ വന്നതാണെന്ന് പറയപ്പെടുന്നു. അത് സ്വഹിയായിട്ടുണ്ടോ? അത് ബുറാഖിന്റെ വിയർപ്പാണെന്ന് പറയപ്പെടുന്നു. അതിൽ വലിയ സത്യമുണ്ടോ എന്നുള്ളത്, അതിൽ അങ്ങനെ ഒരു സംഗതിയും വന്നിട്ടില്ല എന്നുള്ളത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഷറഹീദിൻഡാക്കി ഈ പറയുന്ന അഷ്റഫുൽ വസായിൽ ഇലാ ഫഹ്മി ശമാഇൽ എന്ന് പറയുന്ന കിതാബിൽ അതിൽ വ്യക്തമായിക്കൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഇത് എതിർക്കുന്നുണ്ട്. ശരിയല്ല പറഞ്ഞത് എന്നുള്ളത്. ഇതിന്റെ